കൂട്ടുകാരെ, ഇത് ഞാൻ ത്രിപുരയിലായിരുന്നപ്പോഴത്തേക്കിനും ഒരു കുഞ്ഞു ഭാവനെ നോക്കാനായിട്ട് പോയായിരുന്നേ. അതായത് നമ്മൾ എപ്പോഴും ഇച്ചിരി സന്തോഷവും സങ്കടമൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട്, കൂടാതെ എൻ്റെ മനസ്സിന് സങ്കടങ്ങളൊക്കെ ഒന്ന് മാറാനായിട്ടൊന്ന് മാറി നിൽക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ത്രിപുരയിലെ ഒരു കുഞ്ഞു ഭാവനെ നോക്കാൻ പോയി. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ത്രിപുരയിലെ കളക്ടർ ചാന്ദിനി മേഡത്തിൻ്റെ കുഞ്ഞാണ്. മുകിൽ ചന്ദ്രദർശൻ എന്നാണ് ഇവൻ്റെ പേര്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞു ആവയായിട്ടാണ് കാണുന്നത്. ഞാൻ ചെന്ന സമയത്ത് ആദ്യം എന്നോട് ഭയങ്കര ഒരു കുഴപ്പമില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മളോട് നന്നായിട്ട് ഇണങ്ങുവേ. പിന്നെ അവനെ ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം അവനെ ഞാൻ കുളിപ്പിച്ച് രാവിലെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ വന്നു കേട്ടോ, കാഴ്ചകളൊക്കെ കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല ഉറക്കമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറുടെ വീട്ടിൽ വെറുതെ ഒന്ന് വിസിറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോഴാണ് സർപ്രൈസ്, ഇന്ന് ചാന്ദിനി മേഡത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അവിടുത്തെ സാറിൻ്റെ വൈഫാണ് കേക്കൊക്കെ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് മെഴുകുതിരി ഊതുന്ന കാര്യം ഓർത്തത്. സാറിനും കൊടുത്തു. പിന്നെ ഞങ്ങൾ അടിപൊളിയായിട്ട് നിന്ന്. പിന്നെ മേഡത്തിനൊരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ധർമ്മനഗറിൽ വന്നു. ഇതാണ് എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഗൈസ്. ഇത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ്. മേഡവും സാറുമൊക്കെ അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം എനിക്ക് കിട്ടിയത്. ഇത് ഡോറ് തുറന്ന് കാണിക്കാം. ഡോറ് തുറന്ന് ചെല്ലുമ്പോഴത്തേക്കിനും ഒരു ചെറിയൊരു ബാൽക്കണി പോലെയാണ്. നമ്മുടെ വെളിയിലിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയ റൂം. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് അവൻ്റെ വോക്കറിൽ നടക്കുകയാണ്. പിന്നെ ഇതാണ് വലിയൊരു പണി. നമ്മൾ ഫുഡ് കൊടുക്കണം. വയറ് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ തുപ്പാൻ തുടങ്ങും. വയറ് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ആൾ ഓക്കെയാണ്. ഇതാണ് എൻ്റെ മുകിലൂട്ടൻ. ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അകത്തെ റൂമിൽ ഇച്ചിരി നേരം സമയത്തൊക്കെ വിശ്രമിക്കുകയായിരുന്നു. പിന്നെ അവൻ്റെ രീതിയിൽ ഓടിക്കളിക്കുകയും ചാടിക്കളിക്കുകയും ഒക്കെ കളിക്കുക. അപ്പം കയ്യിൽ എന്ത് കിട്ടിയാലും കൊണ്ട് നടക്കും. പിന്നെ ഞങ്ങൾ വന്നു ഓണാഘോഷത്തിനായിട്ട്. ഞങ്ങൾ ഇവിടുത്തെ കളക്ടർ സാറിൻ്റെ വീട്ടിൽ പരിപാടിക്ക് വന്നതാണ്. കണ്ടോ, ഓരോരുത്തർ ഓണവേഷത്തിലൊക്കെയാണ്. ഇതാണ് അത്തപ്പൂക്കൾ, എല്ലാവരും കൂടി ഇട്ട അത്തപ്പൂക്കളാണ്. എന്ത് ഭംഗിയായിട്ടാണ് എല്ലാവരും ഒരുങ്ങിയേക്കണേ. ഇത് ഞാനാണ് കേട്ടോ, എൻ്റെ ഒരു വേഷമാണ്. ഇതാണ് ഞങ്ങൾ ത്രിപുരയിൽ അഗർത്തലയിൽ വന്നു. അഗർത്തലയിലായിരുന്നു മേഡം ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് വീണ്ടും ഖോവായ് ജില്ലയിലിട്ട് വന്നു. ഇവിടുത്തെ കളക്ട്രേറ്റാണ് ഇപ്പോൾ കണ്ടത്. അതായത് കളക്ടർ താമസിക്കുന്ന വീടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് ചെറിയൊരു ഫോട്ടോ ആഡ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ ചെറിയ കുളിയൊക്കെയായി. കുളിച്ച് അവസരം ഞാൻ നോക്കിക്ക് തലയിൽ കൂടി തുണിയൊക്കെ ഇട്ട് തട്ടൊക്കെ ഇട്ട് മഞ്ചത്തിപ്പെണ്ണിനെ ഇരുത്തിയ പോലെ ഇരുത്തിയേക്കുക. പിന്നെ ഞങ്ങളവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ഒരുക്കി അവൻ ആ ഫംഗ്ഷനൊക്കെ പോയിട്ട് തിരിച്ച് വന്നു. അത് കുറച്ച് നേരം അവിടെ ഈ ജനൽ കാണാൻ മേല. എപ്പോഴും ജനലിൽ പിടിച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഞങ്ങളുടെ ഹൈലൈറ്റാണ് ഈ വൈറ്റ് ഷർട്ടും ഈ ചുമന്ന നിക്കറും. എപ്പോഴും അവനത് കൂടുതൽ ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ വരുന്നത് ഞങ്ങൾ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ള പരിപാടി. അതും കഴിച്ച് കഴിഞ്ഞ് പ്ലേ ഗ്രൗണ്ടിൽ വന്നിട്ട് അവൻ്റെ കളിപ്പാട്ടമെല്ലാം ആയിട്ട് അവൻ നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് ഹാപ്പി ആയിട്ടായിരുന്നു കളിക്കുന്നത്. പിന്നെ വന്നിട്ട് ഈ സാധനം എൻ്റെ എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ, ഈ കളിപ്പാട്ടം. ഇതുകൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. കുറേ നേരം കളിച്ച് കഴിയുമ്പോൾ ഒരൊറ്റ ഏറാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ട് പുള്ളി നോക്കുവാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ബോളൊക്കെ ഇട്ട് കളിച്ചു. ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ്റെ കൂടെ എപ്പോഴും ഹാപ്പിയായിട്ട് ഇരുന്നാൽ മതി, അവനും ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നീന്തി കളിച്ച് മുട്ടയിൽ എനിക്ക് നീന്തും. പിന്നെ തന്നെ നടക്കുന്ന പ്രായമല്ല, തന്നെ വെച്ച് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ പിടിച്ച് എന്തൊക്കെയോ ആലോചിച്ച് കമന്ന് കിടന്ന്. പിന്നെ ഭയങ്കര വർത്താനമാണ്, എന്തൊക്കെയോ പറയും. അത് കഴിയുമ്പോഴത്തേക്കിനും എന്നെ കാണിക്കാൻ വേണ്ടി ഫോണ് കാണിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഓരോ ആംഗ്യങ്ങൾ കാണിക്കും. ഇതാണ് ശങ്കർ അങ്കിൾ, ഇത് ഇവിടുത്തെ മാനേജറാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും വിളിക്കുന്നുണ്ട്. എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുവാണ്. പിന്നെ ഓടിക്കളിച്ച് നടക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബെഡിൽ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കും. പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കടിക്കാൻ വരും. എൻ്റെ മൂക്കിനറ്റത്ത് ഇങ്ങനെ കടിക്കാൻ വരുമ്പോഴത്തേക്കിനും ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറുന്നതാണ്. പിന്നെ പയ്യെ ഇങ്ങനെ പിച്ച വെച്ച്, അതായത് ഭിത്തിയിൽ പിടിച്ചാണ് ഇങ്ങനെ എഴുന്നേൽക്കുന്നത്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഓരോ ദിവസം പോകുന്നത് നമുക്കറിയില്ല. മുകിലുവിൻ്റെ കൂടെ ഇരിക്കുന്നത് ചിരിയും കളിയും. പല്ലൊന്നും വന്നിട്ടില്ല, ആൾക്ക് ഒരു വയസ്സാവുന്നേ ഉള്ളൂ.
പല്ല് വന്നിട്ടില്ല. പല്ല് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, അത് കിരികിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാണുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വായിലിട്ട് കടിക്കും. ഭയങ്കര ചിരിയാണ് ആശ. ചിരിച്ച് 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 പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് കരയും. നമ്മളൊരു തമാശ മുകിലൂന്നൊന്ന് വിളിച്ചാൽ മതിയേ, അതിനാണ് ഈ ചിരിക്കുന്നത് മൊത്തം. പിന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി കിടക്കും. പിന്നെയും മുകിലൂന്ന് വിളിക്കുമ്പോഴത്തേക്കിനും പിന്നെയും ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും പ്ലേ ഗ്രൗണ്ടിൽ വന്നു. ആശാന് വെളുത്തുള്ളി കാണാമല്ല. വെളുത്തുള്ളി ഞങ്ങളുടെ ഹൈലൈറ്റാണ്. എപ്പോഴും ഒരു വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു സവോള, ഒരു തക്കാളി, പച്ചക്കറി ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിൽ കാണും. ഇതുമെല്ലാമായിട്ടാണ് ആൾക്ക് പച്ചക്കറി അടുക്കളയോടാണ് ഭയങ്കര ഭ്രമം. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട്.